ഇറിഡിയം വിറ്റ് വൻ ലാഭം വാഗ്ദാനം ചെയ്ത് വീട്ടമ്മയിൽ നിന്ന് 20 ലക്ഷം കവർന്നതായി പരാതി. 1 ലക്ഷം മുടക്കിയാൽ 1 കോടിയായിരുന്നു വാഗ്ദാനം. തട്ടിപ്പ് നടത്തിയ തൊടുപുഴ സ്വദേശി ജിനു മാത്യുവിനെതിരെ പോലീസ് എടുത്ത കേസിൽ അനാസ്ഥയെന്നും ആരോപണമുണ്ട്. നിരവധി പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്ന് വീട്ടമ്മ ത്രേസ്യ 24 പറഞ്ഞു. ഇറിഡിയം വിദേശത്തു വിറ്റ് കോടികൾ സമ്പാദിച്ച് അതിൽ നിന്നുള്ള വിഹിതം നൽകുമെന്ന് വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത്. 2021 തൊടുപുഴ സ്വദേശി ജിനു മാത്യു പിറവം സ്വദേശിയായ വീട്ടമ്മയെ പരിചയപ്പെടുന്നത്. തുടർന്ന് പലപ്പോഴായി 20 ലക്ഷത്തോളം രൂപ കൈപ്പറ്റി. 1 ലക്ഷം രൂപയ്ക്ക് 1 കോടി ലാഭം എന്നതായിരുന്നു വാഗ്ദാനം. എന്നാൽ പിന്നീടാണ് വലിയ തട്ടിപ്പാണെന്ന് മനസ്സിലായത്. ഇറേഡിയം ബിസിനസ് ഉണ്ട്, 1 ലക്ഷം രൂപയ്ക്ക് 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാണ് 20 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ലൈസൻസ് ഉണ്ടെന്നും ലൈസൻസിന്റെ കോപ്പിയും ജിയോളജി വകുപ്പിന്റെ കൺസെന്റ് ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ് അതിന്റെ മൊബൈലിലെ ഫോട്ടോ കാണിച്ചു. അത് കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പം 42,000 കോടിയുടെ ബിസിനസ്സാണ്. ഇവന് കിട്ടുന്നത് തന്നെ 5,000 കോടി രൂപയാണ്. അതിൽ നിന്നാണ് നമുക്ക് തരുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ബിസിനസ്സിന് കുറച്ചുകൂടെ സമയം എടുക്കും എന്ന് പറഞ്ഞ് നീട്ടി ഒരു 4 വർഷത്തോളം കൊണ്ടുപോയി. പോലീസിൽ നിരവധി തവണ പരാതി നൽകി. കഴിഞ്ഞ ഒക്ടോബറിൽ പറവൂർ പോലീസ് ജിനു മാത്യുവിനെതിരെ കേസെടുത്തെങ്കിലും അറസ്റ്റ് ചെയ്യാതെ ഒത്തുതീർപ്പിനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് വീട്ടമ്മ ത്രേസ്യയുടെയും കുടുംബത്തിന്റെയും ആരോപണം. CM വിത്ത് മീ അതിനകത്ത് ഞാൻ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇവിടുന്ന് FIR ഇട്ടത് ഒക്ടോബർ മാസത്തിലാണ്. FIR ഇട്ടിട്ട് പിന്നെ ഈ ഒരു അന്വേഷണം ഇപ്പം ഞങ്ങൾ പിടിക്കുക ഇപ്പം റെഡിയാക്കും എന്നൊക്കെ പറഞ്ഞാൽ അല്ലാതെ ഒന്നും നടന്നില്ല. അങ്ങനെ ഇവൻ മുൻകൂർ ജാമ്യത്തിന് പോയി സെഷൻസ് കോടതി ഇവന് ജാമ്യം തള്ളിയിട്ടും ഇവനെ വിളിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തില്ല. മുഖ്യമന്ത്രിയുടെ CM വിത്ത് മീ പ്രോഗ്രാമിൽ വിളിച്ച് മറ്റു വഴിയില്ലാതെ കുടുംബം ആത്മഹത്യാ ഭീഷണിയും മുഴക്കി. ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവർ ഒപ്പമുണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് 20 ലക്ഷം തട്ടിയതെന്ന് പരാതിയിൽ പറയുന്നു. വിപിൻ സി വിജയൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.